ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടിയും ശർക്കരയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടൊരു ഹൽവയാണ് തയ്യാറാക്കുന്നത്. ഒരു ഗോതമ്പ് ഹൽവ വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഹൽവയാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് ശർക്കര, അതേപോലെ ഗോതമ്പ് പൊടി. അപ്പോൾ ആ ഒരു സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 4 ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ പൊടി എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ മധുരം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അതൊന്ന് ഉരുക്കിക്കിട്ടട്ടെ. അപ്പോൾ ഈ സമയം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് നമ്മളിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെയ്യില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക, പക്ഷേ നെയ്യായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നെയ്യ് നന്നായിട്ട് ഉരുകിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഏലക്കായാണ് ആഡ് ചെയ്യുന്നത്. ഏലക്കായ ഒരു 4-5 ഏലക്കായ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്കായ പൊടിയാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിൽ പൊടി ഇല്ലാത്തതിൻ്റെ കാരണത്തിലാണ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. നെയ്യിൽ കടന്നിട്ട് നല്ല സോഫ്റ്റായി കിട്ടണം. ഗോതമ്പ് പൊടി നല്ല സോഫ്റ്റായി കിട്ടുന്ന വരെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. ആ ഗോതമ്പ് പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒരു നെയ്യിൻ്റെ ഒരു മണമൊക്കെ വരും. അപ്പോൾ നമ്മുടെ ശർക്കര വെള്ളം നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇതൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അത് അത്യാവശ്യം വേണ്ടി വരും, കാരണം ഇതൊന്ന് ഡ്രൈ ആയിട്ട് നല്ല ഡ്രൈ ആണല്ലോ. അപ്പോൾ അതൊന്ന് വെറ്റായി കിട്ടാൻ അത്യാവശ്യം വെള്ളം വേണ്ടി വരും. അപ്പോൾ അത്രയും ശർക്കര വെള്ളം നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഒഴിക്കലും മിക്സാക്കലും വീട്ടെടുക്കലും കൂടി ഒപ്പം നടക്കുന്നില്ല. അപ്പോൾ നമ്മളതൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അപ്പത്തിന് നമ്മളെ ചട്ടിയിൽ നിന്നൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം നേരം ഒന്നും എടുക്കില്ല, കാരണം നമ്മൾ ഗോതമ്പ് പൊടി അത്രയും നേരം നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു നെയ്യിലിട്ടിട്ട്. പിന്നെ ശർക്കര വെള്ളം നന്നായിട്ട് കുക്കായതാണ്. അപ്പോൾ പിന്നെ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് വന്നോളും. പിന്നെ നമ്മളിതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റോളം അത് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് സെറ്റാക്കി എടുത്തതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ 1 കപ്പ് കൊണ്ട് ഇത്രയും ഹൽവയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. നമുക്ക് പെട്ടെന്നൊരു സ്വീറ്റൊക്കെ കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക് യു.